നമസ്കാരം സുഹൃത്തുക്കളെ. കേരളത്തിനൊപ്പം തെരഞ്ഞെടുപ്പ് നടന്ന മറ്റ് 4 ഇടങ്ങളിലും ബലം വന്നതിന് ശേഷം ഏറ്റവും വേഗത്തിൽ തന്നെ മുഖ്യമന്ത്രിമാരെ അവർ തിരഞ്ഞെടുത്തു. അവരൊക്കെ സത്യപ്രതിജ്ഞ ചെയ്തു, ഭരിക്കാൻ തുടങ്ങുകയും ചെയ്തു. എന്തിനു കൂടുതൽ പറയാൻ, നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ തൂക്ക് മന്ത്രിസഭയാണ്. ഒറ്റയ്ക്ക് ഭൂരിപക്ഷമൊന്നുമില്ല വിജയുടെ പാർട്ടിക്ക്. പക്ഷേ അവിടെ മറ്റ് ചില ഈർക്കിൽ പാർട്ടികളെ കൂടി ചേർത്തുകൊണ്ട് അദ്ദേഹവും ഈ കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞ ചെയ്തു, ഭരണം തുടങ്ങി കഴിഞ്ഞു. അപ്പോഴും വലിയ പടുകൂറ്റൻ വിജയം നേടിയ കേരളത്തിൽ 102 സീറ്റാണെന്ന് ഓർക്കണം. അതിൽ കോൺഗ്രസിന് തന്നെ ഒറ്റയ്ക്ക് 63 MLA അവർക്കുണ്ട്. ഇനി അവർ പിന്തുണ കൊടുത്തവരോട് കൂടി ചേർത്താൽ അത് 66ലേക്ക് എത്തും. അതായത് ജി സുധാകരനും പിന്നെ പയ്യന്നൂർ ജയിച്ച ആ പഴയ സഖാവും ഒക്കെ അടക്കമുള്ളവർ. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 66 MLA ഭൂരിപക്ഷം കോൺഗ്രസിന് തന്നെയുണ്ട്. അവിടെ നിന്ന് കേവലം 5 MLA കൂടി ഉണ്ടെങ്കിൽ കേവല ഭൂരിപക്ഷമായി. അത് അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള മറ്റ് ഘടകകക്ഷികളുണ്ട്. അതിൽ തന്നെ 22 സീറ്റുമായിട്ട് മുസ്ലിം ലീഗുണ്ട്. പിന്നീട് പ്രേമേന്ദ്രനൊക്കെ ഉൾപ്പെടുന്ന RSP ഉണ്ട്. അത് കൂടാതെ തന്നെ ജോസഫ് ഗ്രൂപ്പിന് 7 സീറ്റുണ്ട്. ആ 7 സീറ്റ് മാത്രം ചേർന്നാൽ തന്നെ അവർക്ക് ഭൂരിപക്ഷമായി. അപ്പോൾ ഇങ്ങനത്തെ ഒരു അപൂർവ ഭാഗ്യമായിട്ട് നിൽക്കുകയാണ് കേരളത്തിലെ UDF എന്ന സംഘടനാ സംവിധാനം. അപ്പോഴാണ് മുഖ്യമന്ത്രി ആരായിരിക്കണം എന്ന കാര്യത്തിൽ വലിയ തർക്കം നടക്കുന്നത്. ഒരുപക്ഷേ ഇത്രയേ ഭൂരിപക്ഷമൊന്നും ഇല്ലായിരുന്നെങ്കിൽ അവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശൻ്റെയോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ പേര് മാത്രമേ നമ്മൾ കേൾക്കുകയായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ അത്ഭുതമെന്ന് പറയട്ടെ, അവിടെ KC വേണുഗോപാലിൻ്റെ കൂടെ പേര് വന്നിരിക്കുന്നു. സ്വാഭാവികമായിട്ടും KC ഇതിൻ്റെ ഇടയ്ക്കായിട്ട് വരുമെന്ന് ചിലരെങ്കിലും പ്രതീക്ഷിച്ചിരിക്കും. കാരണം KC കുറേ കാലമായിട്ട് ഹൈക്കമാൻഡിൻ്റെ ഭാഗമാണ്. മാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ സന്തത സഹചാരിയായിട്ട് നടക്കുകയാണ്. അപ്പോൾ അവിടെ പിടിപാടുള്ള വ്യക്തിയാണെന്നറിയാം. AICC ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. AICC ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇന്ത്യയിൽ കോൺഗ്രസിന് ഭരണമുള്ള സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെയൊക്കെ നിയന്ത്രിക്കാനുള്ള ശക്തിയുള്ള വ്യക്തിയാണ്. അങ്ങനെ ശക്തിയുള്ള ഒരു വ്യക്തി എന്തിനാണ് അതൊക്കെ വിട്ടിട്ട് ചെറിയ ഒരു സംസ്ഥാനമായ വെറും 20 MP മാത്രമുള്ള ഒരു സംസ്ഥാനത്തിന് മുഖ്യമന്ത്രിയായിട്ട് വരുന്നത് എന്ന് ചിലരെങ്കിലും ചിന്തിക്കും. വേറെ ചിലർ ചിന്തിക്കുന്നത് എന്താണ്, VD സതീശൻ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല, ഈ 2 പേരിൽ ഒരാളെ മുഖ്യമന്ത്രിയാക്കിയാൽ പോരെ, എന്തിനാണ് അതിൻ്റെ ഇടയ്ക്കോട്ട് KC വന്നിരിക്കുന്നത്? എന്നാൽ നമ്മളിതിലെ യഥാർത്ഥ വസ്തുതയെപ്പറ്റി ചിന്തിക്കാത്തതിൻ്റെ കാരണം നമ്മുടെ ഇവിടുത്തെ വൃത്തികെട്ട മാപ്രകൾ നമ്മുടെ മുന്നിലേക്ക് വിളമ്പിത്തരുന്ന ഭാവന സമ്പന്നമായിട്ടുള്ള അവരുടെ കഥകളും മറ്റും വിശ്വസിക്കുന്നതുകൊണ്ട് മാത്രമാണ്. നമ്മൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്നതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കില്ല. എന്നാൽ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, KC വാശി പിടിക്കുന്നതിൽ കഥയുണ്ട്, കാര്യമുണ്ട്. അതായത് കേരളത്തിലെ UDFനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, അവരുടെ ചരിത്രത്തിൽ അല്ലെങ്കിൽ UDF എന്ന സംവിധാനം ഉണ്ടായതിനു ശേഷം ഇന്ന് വരെയുള്ള ചരിത്രത്തിൽ ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രിക്ക് ലീഗിൻ്റെ ശല്യമില്ലാതെ ഭരിക്കാൻ പറ്റുന്ന 5 അപൂർവ വർഷമാണ് മുന്നിലുള്ളത്. മഹാഭാഗ്യം എന്ന് തന്നെ പറയാം. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ഓടി പാണക്കാട് പോയി തങ്ങളുടെ മുന്നിൽ കുനിഞ്ഞു നിൽക്കേണ്ട ഗതികേടില്ലാത്ത 5 വർഷം. ഒരു തീരുമാനമെടുക്കാൻ ഒരുപക്ഷെ കോൺഗ്രസ് MLA മാത്രം പിന്തുണ വേണ്ടി വരുന്ന 5 വർഷം. ഒരു ഈർക്കിൽ പാർട്ടിയുടെയും ഭീഷണിക്കില്ലാതെ സുഖമായി ഉറങ്ങാൻ കഴിയുന്ന 5 വർഷം. മികച്ച രീതിയിൽ ഭരണം നടത്തിയാൽ കേരള ചരിത്രത്തിൻ്റെ ഭാഗമായി തൻ്റെ പേര് കൂടി അടയാളപ്പെടുത്താൻ പറ്റുന്ന 5 വർഷം. ഉമ്മൻചാണ്ടി ലാസ്റ്റ് ഭരിച്ച ഓർമ്മയുണ്ടല്ലോ, കഷ്ടിച്ച് ഭൂരിപക്ഷമായിട്ട്. അവിടെ ഒരു MLA ഉള്ള കേരള കോൺഗ്രസ് ജേക്കബ് ജേക്കബിൻ്റെ മകനായിട്ടുള്ള അനൂപ് ജേക്കബ് വിചാരിച്ചാൽ പോലും മന്ത്രിസഭ താഴെ പോകുമായിരുന്നു. അങ്ങനെ ഒരു ഗതികെട്ട അവസ്ഥയിലല്ല ഈ വരുന്ന 5 വർഷം. അപ്പോൾ അങ്ങനെ ഒരു മഹാഭാഗ്യമായിട്ടുള്ള 5 വർഷത്തിൻ്റെ ഭാഗമായിരുന്നു കൊണ്ട് കേരള ചരിത്രത്തിൽ തൻ്റെ പേര് അടയാളപ്പെടുത്താൻ ഇതല്ലാതെ മറ്റൊരവസരമില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് KC വേണുഗോപാൽ ഇതിന് വാശി പിടിക്കുന്നത്. അതിൻ്റെ ഒന്നാമത്തെ കാരണം, മുസ്ലിം ലീഗിൻ്റെ സമ്മർദ്ദമില്ലാതെ ഒരു തീരുമാനമെടുക്കാനും ഒരുപക്ഷെ മുന്നണി മര്യാദയുടെ ഭാഗമായിട്ട് എല്ലാവരോടും കൂടി ആലോചിക്കും. പക്ഷേ ഇവരുടെ സമ്മർദ്ദമില്ലാതെ, ഇവരുടെ ശല്യമില്ലാതെ ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രിക്ക് കേരളം ഭരിക്കാൻ കിട്ടുന്ന മഹാഭാഗ്യമായിട്ടുള്ള 5 വർഷം നീണ്ടു നിവർന്ന് കിടക്കുന്നു. ആ 5 വർഷത്തിൽ താനല്ലാതെ മറ്റാരാണ് ഭാഗമാവേണ്ടത് എന്ന ബുദ്ധിയാണ്, എന്ന ചിന്തയാണ് KC വേണുഗോപാലിനെ കൊണ്ട് ഈ കടുംപിടുത്തം ചെയ്യിക്കുന്നത്. VD സതീശനോ രമേശ് ചെന്നിത്തലയാണെങ്കിൽ ഇതുവരെ അനുവർത്തിച്ചു പോകുന്ന ആ ഒരു വഴങ്ങൽ രീതിയുണ്ടല്ലോ, പാണക്കാട് കുടുംബത്ത് പോയി ഇങ്ങനെ വളഞ്ഞു കുത്തി നിൽക്കുന്ന രീതി, അതിൽ നിന്ന് അവർ മാറില്ല. ആ അടിമത്ത മനോഭാവത്തിൽ നിന്ന് അവർ മാറില്ല. അവരൊരു പക്ഷേ എല്ലാ കാര്യങ്ങൾക്കും അവരുടെ കൂടി തീരുമാനങ്ങൾ അല്ലെങ്കിൽ അവരുടെ കൂടെ തിട്ടൂരത്തിന് വഴങ്ങിക്കൊടുക്കും. പക്ഷേ KCയെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തനായ ഒരു മുഖ്യമന്ത്രിയായി, ഒരു UDFൻ്റെ മുഖ്യമന്ത്രിയായി അടുത്ത 5 വർഷം കേരളത്തെ നല്ല രീതിയിൽ ഭരിക്കാനുള്ള ഒരു അവസരമാണ് മുന്നിൽ വീണ് കിട്ടിയിരിക്കുന്നത്. അതിൽ പങ്കുകൊണ്ടുകൊണ്ട്, ആ ഭരണം കയ്യാളിക്കൊണ്ട് കേരള ചരിത്രത്തിൽ തൻ്റെ പേര് കൂടി എഴുതി ചേർക്കാനുള്ള തനിക്ക് ജീവിതത്തിൽ ആകെ കിട്ടുന്ന 5 വർഷമാണ് ഇതെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് KC വേണുഗോപാൽ ഈ വാശി പിടിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്നതിനെപ്പറ്റി നമ്മുടെ മാധ്യമങ്ങൾ നിങ്ങളോട് പറയുകയില്ല. 5 വർഷം ഭരണത്തിലുണ്ടായിട്ടും അതിൽ പങ്കുകൊണ്ടിട്ടും പക്ഷേ സ്വാധീന ശക്തിയില്ലാതെ, വിലപേശൽ ശക്തിയില്ലാതെ 22 സീറ്റുമായി, അവരുടെ ചരിത്രത്തിലെ ഏറ്റവും കൂടിയ സീറ്റുമായി മുസ്ലിം ലീഗ് നിൽക്കുമ്പോൾ പോലും
കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ മേൽ കടിഞ്ഞാൺ പിടിക്കാതെ അല്ലെങ്കിൽ അവരെ കടിഞ്ഞാണിട്ട് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലെത്തി നിൽക്കുന്ന മുസ്ലിം ലീഗ്, എന്നാൽ അവർക്ക് മറ്റ് മാർഗമില്ല താനും, LDFന് കൂടെ പോകാനും പറ്റില്ല. അങ്ങനെ എല്ലാം കൊണ്ടും അനുകൂലമായി നിൽക്കുന്ന ഒരവസരത്തിൽ അതിൻ്റെ മുഖ്യമന്ത്രി താൻ തന്നെ ആവണം എന്ന് KC വാശി പിടിച്ചാൽ അത് തെറ്റാണ് എന്ന് പറയാനാവുമ്പോൾ, ഇതേപോലെ ഒരു അവസരം കഴിഞ്ഞ 10 വർഷം പിണറായി വിജയനും കിട്ടിയിരുന്നു. പക്ഷേ അത് തൊലച്ചടിക്കത് നമ്മൾ കണ്ടു. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഈ 5 വർഷം കൊണ്ടാണ് ചെയ്യേണ്ടത് തൻ്റെ പാർട്ടിക്കും തൻ്റെ ജനങ്ങൾക്കും എന്ന് ഒരുപക്ഷെ ഏതെങ്കിലും സൽബുദ്ധി തോന്നിയ ഒരു കോൺഗ്രസ്സുകാരന് ചിന്തയുണ്ടെങ്കിൽ, ആ ചിന്ത KC വേണുഗോപാലിനാണ് വന്നതെങ്കിൽ അയാൾ വാശി പിടിക്കുന്നതിൽ കാര്യമുണ്ട്. അതാണിപ്പോൾ നടക്കുന്നത്. മറിച്ച് നിങ്ങൾ ലീഗ് ക്യാമ്പിലേക്ക് നോക്കുക, അവിടെ ശ്മശാന മൂകതയാണ്. ഇത്ര വലിയ ഭൂരിപക്ഷം UDFന് കിട്ടിയിട്ടും ലീഗിന് കിട്ടിയിട്ടും തങ്ങളെ കാണാൻ ഒരു കോൺഗ്രസ് നേതാവ് പോലും വരുന്നില്ല, അല്ലെങ്കിൽ ഹൈക്കമാൻഡിനോട് ഒന്ന് ചർച്ച ചെയ്യാൻ പോലും തങ്ങളുടെ പ്രതിനിധിയെ വിളിക്കുന്ന പോലുമില്ല. മാപ്രകൾ പോലും അങ്ങോട്ടേക്ക് പോകുന്നില്ല. അതൊരു വല്ലാത്ത അവസ്ഥയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ 5 വർഷത്തെ അവർ ഭരിക്കാൻ പോകുന്ന, മറ്റ് പ്രതിബന്ധങ്ങളൊന്നുമില്ലാതെ ഭരിക്കാൻ പോകുന്ന, തീർച്ചയായിട്ടും മന്ത്രിസഭ എടുക്കുന്ന പല തീരുമാനങ്ങളും പ്രതിഷേധമൊക്കെ വിളിച്ചു വരുത്തും. കാരണം 3 BJP MLA കൂടി അവിടെയുണ്ട്. പോരെങ്കിൽ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം പ്രതിഷേധിക്കാനും സമരം ചെയ്യാനും ഇരിക്കുന്ന ഇടതുപക്ഷം ഒരു സൈഡിലുണ്ട്. പക്ഷേ അതുകൂടാതെ ഇവരെപ്പോഴും നേരിട്ടുകൊണ്ടിരുന്ന സ്വന്തം പാളയത്തിലെ പട, അല്ലെങ്കിൽ സ്വന്തം മുന്നണിയിലെ പ്രശ്നങ്ങൾ, അത് താരതമ്യേന ഈ 5 വർഷം കുറവായിരിക്കും. മാത്രമല്ല, മന്ത്രിസഭ എടുക്കുന്ന തീരുമാനങ്ങളിൽ ലീഗിന് അവരുടെ തിട്ടൂരങ്ങൾക്ക് റാൻ മോളിൽ നിൽക്കേണ്ട ഒരു ഗതികേട് ആരാണെങ്കിലും, ഏത് വ്യക്തിയാണ് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായി വരുന്നതെങ്കിലും അയാൾക്ക് ആവശ്യമായി വരില്ല. പക്ഷേ VD സതീശനും രമേശ് ചെന്നിത്തലയാണെങ്കിൽ അവർക്ക് ആവശ്യമില്ലെങ്കിലും അവർ നടുവളഞ്ഞ് വഴങ്ങി കൊടുക്കേണ്ടി വരും. പക്ഷേ ഉയർന്ന സ്ഥാനത്ത് നിലവിൽ തന്നെ ഇരിക്കുന്ന, ഇപ്പോഴും പല സംസ്ഥാനത്തെയും, അവർക്ക് ഭരണമുള്ള സംസ്ഥാനത്തെയും മുഖ്യമന്ത്രിമാരെ ആരാണ് എന്ന് തീരുമാനിക്കാൻ ശക്തിയുള്ള KC വേണുഗോപാലിനെ സംബന്ധിച്ച് അതൊരു അസുലഭ അവസരമാണ്. അത് അയാൾ വിനിയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിന് അയാളെ തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല.